പ്രിയപ്പെട്ട സുഹൃത്ത് ഏക സിവിൽ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞു പോവാണ്. നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. എന്തായാലും അദ്ദേഹം പറയുന്നു. നിങ്ങൾ ഇതിപ്പോ മതപരമായിട്ട് എല്ലാവരുടെ ആചാരങ്ങൾ എല്ലാവരും ഒരുപോലെ ആചരിക്കണം എന്നൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നത്. സുഹൃത്തെ, ആചാരവുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് ഏക സിവിൽ കോഡ് ഇവിടെ വരിക? ആചാരത്തിൽ പെട്ടതല്ലേ വൈവാഹിക ജീവിതം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ആചാരമാണ്. അതുപോലെ സ്വത്തവകാശം, മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത്, അത് വിഹിതം വെക്കൽ, അത് ആചാരമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? മലയാള ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരു വിഭാഗം പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോരുന്ന നിയമത്തിനാണ് ആചാരം എന്ന് പറയാം. ആ നിലക്ക് ആചാരത്തിൽ പെട്ടതാണ് സ്വത്തവകാശവും വൈവാഹിക ജീവിതവും ആരാധനാ കർമ്മങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ആചാരങ്ങളിൽ പെട്ടതാണ്. ഇതിനെയൊന്നും ബാധിക്കാതെ എങ്ങനെയാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരിക? സ്വത്തവകാശം, അതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്, സ്കെയിലുണ്ട് ഇസ്ലാമിൽ. അതെല്ലാവർക്കും ഒരു നിയമം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ നിയമമാണോ നിങ്ങൾ ആ ഒരു നിയമം പറയുന്നത്? മറ്റുള്ള മതങ്ങളുടേതാണോ? അല്ല പുതിയ നിയമമാണോ? അതെങ്ങനെ ഈ മതങ്ങളുടെ നിയമമൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ഒരു നിയമം ഇവിടെ എങ്ങനെയാണ് പുതിയൊരു നിയമം കൊണ്ടുവരിക? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ നിയമം എടുത്ത് കൊണ്ടുവരിക? ഇത് ജനാധിപത്യത്തിനോടുള്ള കൃത്യമായ വെല്ലുവിളിയാണ്. ആചാരത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ച് ക്ഷേത്രത്തിൽ പോക്കും പള്ളിയിൽ പോക്കും മാത്രമാണോ ആചാരം എന്ന് പറയുന്നത്? അതല്ലല്ലോ. ആചാരം എന്ന് പറഞ്ഞാല് ഈ വിഷയങ്ങളൊക്കെ ആചാരത്തിൽ പെടുന്നതല്ലേ. ഇതിനെയൊന്നും ബാധിക്കാതെ എങ്ങനെയാണ് ഏക സിവിൽ കോഡ് വരിക? നിങ്ങളത് കൃത്യമായിട്ട് പറ, ക്ലാരിറ്റി ചെയ്യ്. നിങ്ങളത് ക്ലാരിറ്റി ചെയ്യുന്നില്ല. നിങ്ങൾ പ്രിയപ്പെട്ട സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നു, ക്ലാരിറ്റി വരുന്നില്ല. സുഹൃത്തെ, ക്ലാരിറ്റി ചെയ്യ്, കേൾക്കുന്നവർക്ക് മനസ്സിലാകട്ടെ.